കേരള ഫുഡ് ചാനലിന്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ ഐസ്ക്രീമാണ്. ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം നമ്മൾ നല്ല ഇഷ്ടമുള്ള ഒരു ഐസ്ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലേ അപ്പുജി? ആദ്യമായിട്ട് നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം. എന്നിട്ട് നമുക്ക് ഈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആവശ്യമുണ്ട്. അത് നമുക്ക് എടുക്കാം. ഇത് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. അത് നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം കുക്കായി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ടേബിൾ സ്പൂണോളം മൈദയും 6 ടേബിൾ സ്പൂണോളം പാലുമാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഈ പാല് നമുക്ക് ഈ മൈദപ്പൊടിയിലോട്ട് ഒഴിക്കാം. അതിനുശേഷം ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 ലിറ്ററോളം പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ലിറ്ററോളം പാലുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരണം. നമ്മുടെ പാൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മൈദപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഐസ്ക്രീമിന് നമുക്ക് കുറച്ച് മധുരം വേണ്ടതുകൊണ്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ പാൽ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ? നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്ക് ചെയ്ത് വെച്ച പാഷൻ ഫ്രൂട്ട് അത് നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. ഒരു കളറൊക്കെ കിട്ടണ്ടേ? കളറും അതിൻ്റെ ടെക്സ്ചറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ഒരു നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പം ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഐസ്ക്രീമിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാത്രത്തിലാണ് നമ്മൾ ഐസ്ക്രീം സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നിങ്ങളിത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ ഇത് മോശമായി. നമുക്ക് പാഷൻ ഫ്രൂട്ടും കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടോ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഇതിൻ്റെ അടപ്പടയ്ക്കാൻ. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത ഐസ്ക്രീം ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുവാണ്. സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്.
അപ്പോൾ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തപ്പൂച്ചിനെ കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. തപ്പൂച്ചി ഒന്ന് എടുത്ത് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? നല്ലതാണോ? മധുരം ഉണ്ടോ? അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെതായ ചെറിയൊരു പുളിപ്പും നല്ല മധുരമൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു കടിക്കാൻ കിട്ടുന്നുണ്ട്, ഒരു ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ പാഷൻ ഫ്രൂട്ട് കുക്ക് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടാനുണ്ട്. മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.